കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെ BJP ചാക്കുമായി നടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളേറെയായി. ആരും അങ്ങോട്ട് പിടി കൊടുക്കുന്നില്ല. ചാക്കിൽ കയറ്റാൻ ED വരെ ഇറക്കി, എന്നിട്ടും ചാക്കിൽ കയറുന്നില്ല. എന്തു ചെയ്യാനാ? 4 മണ്ഡലങ്ങളിലെ പ്രവർത്തകർ കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുക. അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് എന്നീ 4 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ എന്തു ചെയ്യുമെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പ്രവർത്തകർ മാത്രമല്ല, മാധ്യമപ്രവർത്തകരും ഈ ചോദ്യം തന്നെ ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നവരുടെ മുന്നിൽ മറുപടിയില്ലാതെ കുഴങ്ങുകയാണ് സംസ്ഥാന നേതൃത്വം. എല്ലാം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞൊഴിയുകയാണ് സംസ്ഥാന നേതാക്കൾ. സംസ്ഥാനം നൽകിയ ലിസ്റ്റ് കേന്ദ്ര നേതൃത്വം വെട്ടിയതാണെന്നും പിന്നാമ്പുറ സംസാരമുണ്ട്. കൊല്ലത്ത് ആദ്യം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് സംസ്ഥാന നേതൃത്വം നൽകിയത്. NK പ്രേമചന്ദ്രനും BJP കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമായി കുമ്മനത്തിനെ മത്സരിപ്പിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. അതല്ല, കോൺഗ്രസിലെ ഒരു മുൻ MPയോ മുൻ മന്ത്രിയോ സ്ഥാനാർത്ഥിയാകുമെന്നും അവരെ വല വീശിയിട്ടുണ്ടെന്നും പ്രവർത്തകർ തന്നെ പറയുന്നു. അതിൽ മുൻ മന്ത്രിക്ക് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെയുള്ളത് മുൻ MPയാണ്. അദ്ദേഹത്തിന് കൊല്ലം സ്വന്തം ഇല്ലമാണ്. ജയിക്കത്തില്ലെന്നറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ചുമതലയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അദ്ദേഹവുമായി നടക്കുന്നതെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് രാജ്യസഭയും ഒത്താൽ V. മുരളീധരന് പകരം കേന്ദ്രമന്ത്രിസ്ഥാനവും. രാജ്യസഭ ഉണ്ടെങ്കിലേ പറ്റൂ. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ BJP സംസ്ഥാന അധ്യക്ഷ പദവി വേണം. ഇതിന്മേലുള്ള ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. മിക്കവാറും ഇന്നോ നാളെയോ ധാരണയിലെത്തി പ്രഖ്യാപനം നടക്കും. എറണാകുളത്ത് സംവിധായകൻ മേജർ രവിയുടെ പേരും സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ്റെ പേരും സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നു. എന്നാൽ AN രാധാകൃഷ്ണന് കിട്ടില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇവർ രണ്ടുമല്ലാതെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനും ശ്രമിക്കുന്നു. BDJSൻ്റെ സീറ്റുകളായിരുന്ന ആലത്തൂരും വയനാടും BJPക്ക് നൽകിയെങ്കിലും അനുയോജ്യ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടങ്ങളിലും കോൺഗ്രസിൽ നിന്ന് ഉന്നത നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം തുടരുകയാണ്. അത് സാധ്യമായില്ലെങ്കിൽ നേരത്തെ പരിഗണിച്ചവരെ പ്രഖ്യാപിച്ചേക്കും. ഏതായാലും ചാക്കുമായി കറങ്ങിത്തിരിയാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി എന്ന് മാത്രമേ പറയാനുള്ളൂ.